വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഒരു DIY ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ക്രീം ഉണ്ടാക്കാന്നൊക്കെ ഫുള്ളായിട്ട് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇത് ബെനിഫിറ്റ് ഇതിൽ നിങ്ങൾ കാണേണ്ടതാണ്. അത്രക്കും അടിപൊളി ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് തന്നെ നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് അലോവേര ജെല്ലാണ്. ഫ്രഷ് അലോവേര ജെല്ലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പാത്രം എടുക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള നോക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. നിങ്ങൾ കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചിട്ട് നല്ല ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം എടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് അലോവേര ജെല്ലാണ്. ഞാൻ ഹിമാലയയുടെ അലോവേര ജെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വേണം. അപ്പം നമുക്കിത് കുറേ ദിവസം വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു 2 ആഴ്ചത്തോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് ഈ അലോവേര ജെല്ല് എടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം അലോവേര ജെല്ലെടുത്തിട്ട് ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കാം അല്ലേ. നല്ല ഫ്രാഗ്രൻസ് ആണ് നമ്മുടെ ഇത് ഹിമാലയയുടെ അലോവേര ജെൽ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പം ആദ്യമൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അലോവേര ജെല്ലിൻ്റെ. പക്ഷേ ഇതുപോലെ ഫ്രാഗ്രൻസ് അല്ല. അത് നമ്മൾ എന്തിൻ്റെ വേറൊരു ബ്രാൻഡിൻ്റെ അലോവേര ജെല്ലാണ് കേട്ടോ. ഞാൻ ആദ്യം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചത്. നല്ല സ്മെല്ല്, ഭയങ്കര ഫ്രാഗ്രൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിന് അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അലോവേര ജെല്ല് ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും തേനാണെന്ന്. സംഭവം തേനല്ല കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയുള്ള ക്യാരറ്റ് ഓയിലാണ്. DIY ആയിട്ട് തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഓയിൽ എന്ന് വെച്ചാൽ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു സ്പൂണ് എത്ര വേണ്ട നമുക്ക് എമൗണ്ട് നോക്കാം. അപ്പോൾ ഞാൻ ഈ അലോവേര ജെല്ലെടുത്ത സ്പൂണിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എത്ര എമൗണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റ് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അലോവേര ജെല്ല് 3 സ്പൂണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 3 സ്പൂൺ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2 സ്പൂണോളാണ് നമ്മൾ ക്യാരറ്റ് ഓയിൽ എടുക്കേണ്ടത് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒരു മോയ്സ്ചറൈസർ ക്രീമിൻ്റെ രൂപത്തിലായിട്ട് തന്നെ നമ്മൾ മിക്സാക്കുന്ന സമയത്ത് ഇത് കിട്ടുകയും ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ഡാമേജ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസോ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു മാർക്കൊക്കെ ഉണ്ടാവും, ഒരു കറുത്ത പാടുകളൊക്കെ ആയിട്ട് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അതും ഹെൽപ്പ് ചെയ്യും. നല്ല സ്കിന്ന് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ട്, ഏജിങ് കുറക്കാൻ വേണ്ടിയിട്ട്, മുഖത്ത് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഒരു ഹെൽത്തി സ്കിന്നായിട്ട് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുന്നൊരു ക്രീം തന്നെയാണ്. പിന്നെ നൈറ്റിൽ മാത്രം ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ. നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ വേറൊരു സാധനം കൂടി വേണം. നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് വേണ്ടത്. അത് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ഈ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇത് മീഡിയം ടു ഡ്രൈ സ്കിന്നുകാർക്കാണ് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓയിൽ സ്കിന്നുകാർ ഇതിൻ്റെ അടുത്ത് പോലും പോകാൻ നിൽക്കണ്ട. കാരണം വെച്ചാൽ ഞാൻ ഇതിൽ ഓയിൽ ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ ക്യാരറ്റ് ഓയിൽ ചേർത്തിട്ടാണ് ഇത് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഓയിൽ സ്കിന്നർ ഇത് അപ്ലൈ ചെയ്ത് നിൽക്കണ്ടെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അവർക്ക് വീണ്ടും ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്, പിമ്പിൾസും കാര്യങ്ങളും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഓയിൽ സ്കിന്നർ ചേർത്ത് കൊടുക്കേണ്ടത്, ഇത് അപ്ലൈ ചെയ്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബോഡിയിലാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ സ്കിന്നുകാർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ക്രീം തന്നെയാണ്. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ റിങ്കിൾസ് വന്നിട്ടുള്ളതും അല്ല പിഗ്മെൻറ്റേഷൻ കുറക്കാൻ വേണ്ടിയിട്ട്, ടാൻ ഒക്കെ അടിച്ചിട്ടുള്ള സ്കിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ക്യാരറ്റ് ഓയിലിൻ്റെ വീഡിയോ വേറൊരു വീഡിയോയിലാക്കിയിട്ട് തന്നെ ഇട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ
കമൻറ്റും കൂടി ചെയ്തേക്കട്ടെ ക്യാരറ്റ് ഓയിലിൻ്റെ വീഡിയോ വേണമെങ്കിൽ. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുക വെച്ചാൽ നല്ലതാണ്. ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ആയിക്കോട്ടെ അല്ല ഫേസിലായിക്കോട്ടെ എവിടെ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ വെച്ചാൽ നമ്മൾ നൈറ്റിൽ വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇത് കുറച്ചെടുത്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് വേറൊരു ബോട്ടിലേക്ക് ആക്കി വെക്കണം. ഒരു ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പോൺസിൻ്റെ ഒരു ഡബ്ബയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴുകിയിട്ട് ഇതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജിൽ വേണം കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് വെക്കുന്നതാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഒരാഴ്ച വരെ കുഴപ്പമില്ല. എന്നാൽ കുറച്ച് കാലം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിനാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് 2 ആഴ്ചത്തോളം എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രീം. നല്ല അടിപൊളിയാണ്. നല്ല ടെക്സ്ചർ, നമ്മുടെ മോയ്സ്ചറൈസർ ക്രീമില്ലേ അപ്പോൾ അതേപോലത്തെ നല്ലൊരു ടെക്സ്ചറാണ് ഇതിൻ്റെത്. ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ രാത്രിയിൽ വേണം നമ്മുടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സ്കിന്നിന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വെച്ചാൽ മുഖത്തെ ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനം തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ പിഗ്മെൻറ്റേഷൻ കുറക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്കിന്നിൽ അവിടെ ഇവിടെ ആയിട്ട് കുറേ ബ്ലാക്ക് ആയിട്ടുള്ള മാർക്കൊക്കെ കാണും. അപ്പോൾ ബ്ലാക്ക് ആയിട്ടുള്ള മാർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെയെങ്കിലും മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാർക്കോ അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് തന്നെ നല്ല അടിപൊളിയാണ്. നന്നായിട്ട് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ക്യാരറ്റിൻ്റെ ക്രീം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് കിടക്കണത്. അതേപോലെ ഇത് വേഗം തന്നെ അബ്സോർവ് ആവാൻ ചെയ്യും. കാരണം വെച്ചാൽ അലോവേര ജെല്ലാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ക്യാരറ്റ് ഓയിലിനെക്കാട്ടോ. ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങാം. രാവിലെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ വെയിലുള്ള സമയമാണ് ഇപ്പം ഒന്നാമത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ടാൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പകൽ തന്നെ വെളിച്ചം നമുക്ക് വെയിൽ കൊള്ളുന്നില്ലെങ്കിൽ പോലും റൂമിൽ ഇരിക്കുന്നതാണെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ചൂട് നമുക്ക് ഏറ്റിട്ട് വീണ്ടും ഒരു ടാൻ അടിക്കും. അതുകൊണ്ടാണ് ഇത് രാത്രിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഉപയോഗിച്ച് നോക്കുക. എന്നാലാണ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഒരു 2 ആഴ്ചത്തോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുകയും ചെയ്യാം. ഇപ്പം കണ്ടേ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ക്യാരറ്റ് ക്രീം ഇത് ഉണ്ടാക്കാനും പറ്റും. ഇതേപോലെ തന്നെ ക്യാരറ്റ് സിറായിക്കോട്ടെ, ക്യാരറ്റ് ഓയിലായിക്കോട്ടെ, ക്യാരറ്റ് ക്രീം. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ് സംഭവം. നമുക്ക് വീട്ടിൽ തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാളും നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ യൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളായിക്കോട്ടെ അവർക്കും ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കിൻ ടോൺ അറിഞ്ഞിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം പെട്ടെന്ന് നമ്മൾ വെളുക്കുമെന്ന് വെച്ചാൽ അങ്ങനെ വെളുക്കില്ല. ഇത് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്കിൻ ടോൺ ഏതെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ 2 ഷെയ്ഡായിട്ടായിരിക്കും നമുക്കിത് കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടും കേട്ടോ. നല്ല ഗ്ലോ ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാരറ്റിൻ്റെ ക്രീം ഇതാ ഇത്രയേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ആഴ്ചത്തോളം ഇത് അടുപ്പിച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ക്യാരറ്റിൻ്റെ ഓയിലിൻ്റെ വീഡിയോ ഞാൻ വേറൊരു നെക്സ്റ്റ് ടൈം എന്തായാലും ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലെ ക്യാരറ്റിൻ്റെ ഓയിലിൻ്റെ വീഡിയോ എടുക്കാം. ഒന്നാമത് എന്നോട് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടി അത് ചെയ്താൽ വെച്ച് മാത്രം മതി. പിന്നെ നല്ല അടിപൊളി ക്രീം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായമൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.